പണിതിട്ടും പണിതീരാതെ യാത്രക്കാരുടെ നടുവൊടിക്കുന്ന തൃശൂർ താന്യം പഞ്ചായത്തിലെ റോഡിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം. പെരിങ്ങോട്ടുകര മുതൽ കാഞ്ഞാണി വരെയുള്ള ദുരിതയാത്രയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പ്രതിഷേധം ശക്തമാകുമ്പോൾ കണ്ണിൽ പൊടിയിടുന്ന പോലെ റോഡിൽ പാറപ്പൊടി ഇടുകയാണ് പതിവ്. ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ടോപ് 10 സ്പെഷ്യൽ. സഹിച്ചു മടുത്തു. ഇന്നും ഇന്നലെയുമല്ല, 5 വർഷങ്ങളായി ഈ ദുരിതയാത്ര തുടങ്ങിയിട്ട്. പെരിങ്ങോട്ടുകര മുതൽ പുത്തൻപീടിക വരെയുള്ള തകർന്ന PWD റോഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രികരുടെ ഭാഷ്യമാണിത്. നിരവധി പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തൃശൂരിൽ നിന്നുമുള്ള പ്രധാന പാത. പ്രതിഷേധം കനക്കുമ്പോൾ കുഴികളിൽ മെറ്റലും പാറപ്പൊടിയും നിറയും. ശക്തമായ മഴയിൽ വീണ്ടും ചെളിക്കുളങ്ങൾ രൂപപ്പെടും. പെരിങ്ങോട്ടുകരയിലെ പ്രധാന കാഴ്ചയാണിത്. നിരവധി ആരാധനാലയങ്ങളും സ്കൂളുകളുമുള്ള പ്രദേശം. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന പ്രധാന പാത. ചതിക്കുഴികളിൽപ്പെട്ട യാത്രികർക്ക് അപകടം സംഭവിക്കുന്നത് പതിവായിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഇവിടെ ഒരു പ്രഹസനം പോലെ ഈ റോഡ് മഴക്കാലത്തിന് മുന്നേ പൊളിക്കുകയും അത് ഇതുവരെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ചെറുതായിട്ടൊരു മെറ്റലിങ്ങിൻ്റെ ഒരു പരിപാടി ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇതിനിടയിൽ നൂറുകണക്കിന് ആൾക്കാരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. കാഞ്ഞാണി അതുപോലെ തന്നെ പെരിങ്ങോട്ടുകര വരെയുള്ള ഈ റോഡ് നമുക്കറിയാം ഒട്ടേറെ ആരാധനാലയങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ശനി ഞായറും ഇവിടെ ആരെങ്കിലുമൊക്കെ വന്നാൽ നമുക്കറിയാം ഭക്തർ ഏറ്റവും കൂടുതൽ വരുന്ന അവണങ്ങാട്ട് കളരി, കാനാടി ദേവസ്ഥാനം, അതുപോലെ തന്നെ കാനാടി കാവ്, അതുപോലെ തന്നെ പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂള്, ഇവിടെ സെറാഫിക് സ്കൂള്, അതുപോലെ ഒട്ടനവധിൻ്റെ ഇടയിൽ വിടുന്ന അമ്പലങ്ങളും കുറേ ഉണ്ട്. അതുപോലെ പള്ളികളുമുണ്ട്. ഇപ്പോൾ ശനി ഞായറൊന്നും നമുക്കിതിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ അവസ്ഥ. ഇതിനൊരു പരിഹാരം ഇതിൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് കാണണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്കൂട്ടർ യാത്രികരാണ് പ്രധാനമായും അപകടങ്ങളിൽപ്പെടുന്നത്. ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനേ ഇപ്പോൾ നാട്ടുകാർക്ക് സമയമുള്ളൂ. PWDയും വാട്ടർ അതോറിറ്റിയും ഏകോപനമില്ലാതെ പ്രവർത്തിക്കുന്നതാണ് റോഡ് ശോചനീയാവസ്ഥയിലാക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. എത്രയും പെട്ടെന്ന് റോഡ് പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ.